മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റക്കോഗ്ലുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആൻജ് പോസ്റ്റക്കോഗ്ലുവിന്റെ സാക്കിംഗ് ന്യൂസ് നിങ്ങൾ കേൾക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അതുപോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ 3-4 മേജർ പോയിന്റ്സ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ടീമിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്. ഒരു സീസണിൽ 15-ലധികം മത്സരങ്ങൾ തോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ 1990-ക്ക് ശേഷം ഇങ്ങനെയൊരു സിറ്റുവേഷൻ അധികം നമ്മൾ കണ്ടിട്ടില്ല. അതിന് ആൻജ് പോസ്റ്റക്കോഗ്ലു മാത്രമാണോ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയും ഉത്തരവാദിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ കാണുന്നത് പുള്ളിയുടെ വളരെ വളരെ റിജിഡ് ആയിട്ടുള്ള അരഗണ്ടായിട്ടുള്ള സ്റ്റൈലാണ്. ഇവിടെ സ്റ്റൈലിനെ പറ്റിയിട്ട് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ പോലും തൻ്റെ ഫോർമേഷനിൽ ചേഞ്ച് വരാൻ തയ്യാറല്ലാത്ത ഒരു മാനേജറായിട്ട് പോസ്റ്റക്കോഗ്ലു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-0 ലീഡിലേക്ക് എത്തുക, അല്ലെങ്കിൽ 1-0 ലീഡിലേക്ക് എത്തുക, അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ ഒരു 15-20 മിനിറ്റ്സിൽ ഗെയിം മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അനാവശ്യമായിട്ട് കയറി അറ്റാക്ക് ചെയ്ത് പണി കിട്ടിയിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ നമ്മൾ ഈ സീസണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇഞ്ചുറി കൺസേൺസ് വലിയൊരു കാര്യം തന്നെയാണ്. 12ഓളം പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ നിന്ന് ഇഞ്ചുർഡായി പുറത്തു പോയി. നമ്മൾ മാത്രമല്ല, പല ടീമുകൾക്കും ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ മേജർ ആയിട്ടുള്ള മത്സരങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബോട്ടം 10-ലുള്ള ലെസ്റ്റർ, ഇപ്സ്വിച്ച് മുതലായ ടീമിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകളാണ്. ഇവിടെ പോസ്റ്റക്കോഗ്ലുവിന്റെ ടാക്ടിക്കൽ അപ്രോച്ചിനെയാണ് ഫാൻസൊക്കെ കൃത്യമായിട്ട് ബ്ലെയിം ചെയ്യുന്നത്. കാരണം നമ്മൾ പല മാനേജേഴ്സും കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് ഓപ്പൺ പ്ലേ മേക്കിംഗ് നടത്തുന്നതിന് പകരം ഒന്ന് കൺസർവേറ്റീവായിട്ട് കളിച്ച് ജയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് പകരം അനാവശ്യമായിട്ട് ഡിഫൻസ് ഓപ്പൺ അപ്പ് ചെയ്യുക, ഹൈലൈൻ കളിക്കുക, അവസാനത്തെ 10 മിനിറ്റിൽ കൂടുതൽ അറ്റാക്കിങ്ങിലേക്ക് പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റക്കോഗ്ലു ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മൈ വേ ഓർ ഹൈവേ എന്നുള്ള ഒരു മറുപടിയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ കളിക്കൂ, എൻ്റെ ടീം ഇങ്ങനെ കളിക്കാനാണ് താല്പര്യപ്പെടുന്നത്, നിങ്ങൾ വേണേ കാണുക അല്ലെങ്കിൽ പോവുക. ഇതുപോലുള്ള മറുപടികൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റക്കോഗ്ലുവിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഫാൻസിന് പുള്ളിയുടെ അപ്രോച്ചിനെതിരെയുള്ള ഒരു വലിയ അഭിപ്രായം എന്ന് പറയേണ്ടി വരും. ഇവിടെ ഫാൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു മാനേജർക്കും അധികകാലം പിടിച്ചേക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ തോറ്റിട്ടുള്ള മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റക്കോഗ്ലുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ മാച്ച് എ അതിൽ ഒരു പ്രോപ്പർ സ്ക്വാഡിനെ വെച്ച് കളിപ്പിക്കുക, യാതൊരു കാരണവുമില്ലാതെ അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്വാഡിനെ ഇറക്കുക, എന്നിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത മോശം പെർഫോമൻസുകൾ കൊണ്ടുവരിക. ഇതുപോലുള്ള ബിസാർഡായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൈയും കെട്ടി സൈഡ് ലൈനിൽ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒരു റിയാക്ഷൻ മാനേജർ എന്ന രീതിയിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ 1-0 പിറകിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 2-0 പിറകിൽ നിൽക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് ഒരു മാനേജർ കൊണ്ടുവരുന്നത്, എന്ത് മെസ്സേജ് ആണ് പ്ലേയേഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. പല മത്സരത്തിലും ഇങ്ങനെ നോക്കി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാനേജറായിട്ട് പോസ്റ്റക്കോഗ്ലു മാറുകയാണ്. ഇത് തന്നെയാണ് ഫാൻസിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ബോർഡ് എന്തുകൊണ്ടാണ് പോസ്റ്റക്കോഗ്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഡൊമസ്റ്റിക് കപ്പ് നമ്മൾ പുറത്തുപോയി സാധാരണ ഒരു ടോപ്പ് 8-ലൊക്കെ ഫിനിഷ് ചെയ്യുന്ന സിറ്റുവേഷൻ കഴിഞ്ഞ കുറച്ച് സീസണിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു റെലിഗേഷൻ ഫൈറ്റിലേക്ക് സ്പേഴ്സ് പോയിട്ടുണ്ട്. ഇപ്പോ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ ലീഗ് എന്ന കത്തിത്തുരുമ്പ് തേടിയാണ് ഡാനിയൽ ലീവി ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഫ്രാങ്ക്ഫർട്ടുമായിട്ട് ഇനി ഒരു മത്സരം വരുന്നുണ്ട്. ആ മത്സരത്തിൽ ശരിയായ രീതിയിൽ കളിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്ക് ഒരു സാക്കൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ 1-2 പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ബോൺമൗത്തിന്റെ മാനേജറായിട്ടുള്ള
ഇരോളയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. ബ്രെൻഫോർഡ് മാനേജർ ആയിട്ടുള്ള തോമസ് ഫ്രാങ്കിന്റെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരു റീപ്ലേസ്മെന്റ് മാനേജർ ആയിട്ട് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ കൂട്ടം ഫാൻസ് പോസ്റ്റകോഗ്ലുവിന് ഒരു സീസൺ കൂടി കൊടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. വളരെ ചെറിയൊരു ഫാൻ ബേസ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആർസണലൊക്കെ ചെയ്തതുപോലെ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടി ഒരു മാനേജറെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കുറച്ചുകൂടി നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് പുള്ളിക്ക് കൊടുക്കുക, ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പോസ്റ്റകോഗ്ലുവിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ സീസൺ നമ്മൾ കണ്ടപ്പോൾ അതിന്റെ വലിയ സൂചനകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇനി വരാൻ പോകുന്ന യൂറോപ്യൻ ലീഗ് മാച്ച് ആൻഡിന്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. പുള്ളി മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സീസൺ അവസാനിക്കുന്നതിന് മുമ്പേ പുള്ളി സാക്കാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.